ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വന സീരിയലിന് വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ആനന്ദ സത്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വീട്ടുകാരത്ത് പറയാൻ വേണ്ടി തുടങ്ങാട്ടോ. അമ്മയ്ക്ക് എന്തറിയാം ഈ ദേവിമോളെ കുറിച്ചിട്ട്? ഞങ്ങളെ മക്കളെക്കാളും മരുമക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരുന്നത് ഈ ദേവീനെയല്ലേ എന്ന് പറയണം. എങ്കിൽ അമ്മക്ക് അറിഞ്ഞോ? അമ്മ അറിയുന്ന പോലെ അല്ലേ ഇവള്? അമ്മ വിചാരിക്കാത്ത പോലെയാണ് ഇവളുടെ സംസാരം, ഇവിടെ പ്രവൃത്തിയൊക്കെ. അമ്മ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അമ്മ മാത്രല്ല, മീനു, മിത്രേ, ആര്യ, ആകാശം, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട എടുത്തിട വേറൊരു മുഖം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ നിൽക്കുന്ന ദേവിയെടുത്തി എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് മീനാക്ഷി നിനക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ദേവിയെടുത്തി MA ലിറ്ററേച്ചർ ആണെന്ന് പറയാണ്. MA ലിറ്ററേച്ചർ അമ്മക്കറിയാവോ ഇവിടെ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന്? അങ്ങനെ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. എന്നാ നിങ്ങൾ എല്ലാരും കേട്ടോ, അവളെ വെറും 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാരും ഷോക്ക് ആവാണ്. 10ാം ക്ലാസ്സോ? നീ എന്തൊക്കെയാടേ ആനന്ദ ഈ പറയണത് എന്ന് ഗോമതി ചോദിക്കുമ്പോൾ, അതെ അമ്മേ, ഇവള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതും 10ാം ക്ലാസ് ജയിച്ചിട്ടൊന്നുമില്ല, ഫെയിൽഡ് ആണ് ഇവള്. ഇവളുടെ അനിയത്തി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രല്ല, പിന്നെ ഒരുപാട് കാര്യങ്ങൾ അച്ഛനോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ അമ്പലത്തിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഉദയഭാനുനെ കണ്ട ദിവസം അച്ഛന് ഓർമ്മയുണ്ടോ വെച്ചാ എന്ന് ചോദിക്കുകയാണ്. ബാലൻ ആ ദിവസത്തെ കുറിച്ച് ആലോചിക്കണം. അന്ന് ഉദയഭാനെ അടിച്ച് കണ്ടുമുട്ടിയതും സംസാരിച്ചതൊക്കെ ആലോചിക്കുകയാണ്. അതൊരു യാദൃശ്ചികമായിട്ടുള്ള കണ്ടുമുട്ടലാണെന്നൊക്കെ അച്ഛൻ തെറ്റിദ്ധരിച്ചില്ലേ? എങ്കിൽ അയാളെ കണക്ക് കൂട്ടി അച്ഛനെ മനഃപൂർവ്വം കണ്ടുമുട്ടിയതാണ് അച്ഛാ. അയാളുടെ ഈ പുഞ്ഞാര മോളെ ഒരു വലിയൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമായിരുന്നു. കുഴപ്പമില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമായിരുന്നു. പക്ഷെ അവരുടെ കയ്യിൽ 10 പൈസയില്ല, കടത്തിന് മുകളിൽ കടം. അങ്ങനെ അവരുടെ കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അച്ഛനെ മനഃപൂർവ്വം അച്ഛനെ വാച്ച് ചെയ്യാനാണ് കുറച്ചു ദിവസം. ശേഷം അച്ഛനെ കണ്ടുമുട്ടാൻ തന്നെയാണ് അയാൾ അമ്പലത്തിലേക്ക് വന്നതും അച്ഛനെ കണ്ടുമുട്ടിയതും പിന്നീട് ദേവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതും. അല്ലാതെ ഈ ഉദയഭാൻ എന്ന് പറഞ്ഞ ആള് ഒരു മണ്ണാങ്കട്ടയല്ല. അയാള് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന വെറും ഒരു ദരിദ്രവാസിയാണ് അച്ഛാ. പണം ഇല്ലാത്തതിന് ഞാൻ ഒരിക്കലും ഇവരെ കുറ്റം പറയില്ല, പഠിപ്പില്ലാത്തതിന് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന ഇവളുടെ സ്വഭാവം ഉണ്ടല്ലോ, ഇവളുടെ വീട്ടുകാരുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് പറഞ്ഞേ പറ്റൂ. ആദ്യം കടയിൽ നിന്ന് 2000 രൂപ മോഷണം പോയി, അതും ഈ ഉദയഭാനുവാണ് അടിച്ചു മാറ്റിയത്. പിന്നെ 25,000 രൂപ, അതിന് പാവം നമ്മുടെ മാമനാണ് വഴിയാധാരായി പോയത്. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാമന്റെ തലയിലാണ് ആ കുറ്റം വന്ന് വീണത്. അപ്പോഴും ഉദയഭാനുവാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എനിക്ക് ചെറിയൊരു സംശയം തോന്നിയായിരുന്നു. അതുകൊണ്ട് ആരും കാണാതെ ക്യാമറ കടയിൽ കൊണ്ടുവച്ചത്. അങ്ങനെ കറക്റ്റ് ആയിട്ട് ആ ഏര ഇന്നലെ വലയിൽ വീണു, ക്യാമറയിൽ കറക്റ്റ് ആയിട്ട് പതിഞ്ഞു ഉദയഭാനു പൈസ മോഷ്ടിക്കണത്. അത് മാത്രല്ല, നാട്ടിൽ അയാൾക്കൊരു പേരുണ്ട്, ഉഡായിപ്പ് ഉദയഭാനു എന്ന്. അപ്പോ ബാലൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, മുമ്പ് ഉദയഭാനുനെ പോലത്തെ ഒരാളെ കണ്ടതും ഒക്കെ ഇങ്ങനെ ആലോചിക്കണം. അപ്പൊ ഉദയഭാനു എല്ലാന്നൊക്കെ പിന്നെ മനസ്സിലാക്കിയല്ലോ. അപ്പൊ അത് ശരിക്കും ഉദയഭാനു തന്നെയായിരുന്നു ബാലനെ മനസ്സിലാവാണ്. ബാലൻ വേഗം ദേവിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മോളെ, ഈ ആനന്ദ് എന്തൊക്കെയാ മോളെ പറയണത്? ഈ ആനന്ദ് ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ മോളെ? ഇവൻ പറഞ്ഞതൊന്നും ഇപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല. മോള് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ അത് വിശ്വസിക്കുള്ളൂ. അത് കേട്ട് മീനാക്ഷി പറയുന്നുണ്ട്, അതെ ദേവിയെടുത്തി പറഞ്ഞാലേ ഞങ്ങൾ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുള്ളൂ. പറ ദേവിയെടുത്തി, ആനന്ദട്ടൻ പറഞ്ഞതൊക്കെ വെറും കള്ളമാണെന്ന് ദേവിയെടുത്തി പറ ദേവിയെടുത്തി എന്ന് പറയുമ്പോഴേക്കും ദേവി പറയുന്നുണ്ട്, ആനന്ദട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാനും എന്റെ വീട്ടുകാരും ഈ കുടുംബത്തെ ചതിക്കുമായിരുന്നു. എനിക്ക് പഠിപ്പോ പണവോ സ്വർണമോ ഒന്നും തന്നെയില്ല, വെറും ഒരു ദരിദ്ര കുടുംബം. പിന്നീട് ഒരുപാട് ബന്ധുബലം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, ഒരു ബന്ധുബലവും ഇല്ല. എന്റെ അച്ഛൻ ഈ നാട്ടിൽ നിന്ന് അപ്പുറത്തെ നാട്ടിലേക്ക് പോലും പോയിട്ടില്ല. എന്നിട്ട് അച്ഛൻ വെറുതെ ബിസിനസ് ടൂറാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് പറ്റിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേവി പൊട്ടിക്കരയോണ്ട് അകത്തേക്ക് കയറി പോവാട്ടോ. പെട്ടെന്ന് തന്നെ ആനന്ദ് പൊട്ടിക്കരയാണ്. ആ സമയത്ത് ബാലനും അതുപോലെ തന്നെ ഗോമതിയൊക്കെ ആനന്ദിനെ സമാധാനിപ്പിക്കേണ്ട, അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബാലൻ പറയണ്ട, മോനെ, നിന്റെ ഈ അവസ്ഥ കാരണം ഞാനാണല്ലോ ദേവിയുടെ ആലോചന കൊണ്ടുവന്ന് നിന്നെ വിവാഹം കഴിപ്പിച്ചത്. എനിക്കറിയായിരുന്നു അച്ഛൻ സ്വയം ഈ കുറ്റങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്ന്. അച്ഛൻ കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ പോയെന്ന് ആലോചിച്ചത്. അച്ഛന് വിഷമമാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അച്ഛൻ ഇത്രയും ദിവസമായിട്ട് ഞാൻ ഈ കാര്യം പറയാതിരുന്നത്. സത്യം പറഞ്ഞാൽ ദേവി കഴിഞ്ഞ ദിവസം ഗർഭിണിയായില്ലേ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. ആ ഗർഭിണി ആവണേനോ ഒരാഴ്ച മുമ്പ് ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. അങ്ങനെയാണ് അവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടേ ആക്കിയതും. പിന്നീട് അവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് ആ സമയത്ത് അവള് ഗർഭിണി പോലും അല്ലായിരുന്നു, അപ്പോഴും നിങ്ങളെ പറ്റിക്കായിരുന്നു അവളുടെ വീട്ടുകാരെ. പിന്നെ എന്തൊക്കെയോ അവളുടെ ഭാഗ്യം കൊണ്ട് അവള് ഗർഭിണിയായി. ആ കുഞ്ഞിനെ വെച്ചിട്ട് ഞാൻ എല്ലാം മറന്നു വെച്ചാൽ എല്ലാം ക്ഷമിച്ചു. പിന്നീട് ആ കുഞ്ഞിനെ നഷ്ടമായപ്പോ എന്റെ സമനില തെറ്റി. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ സത്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞത്. അവള് പെരും കള്ളിയാണ്, വിശ്വസിക്കല്ലേ അവളുടെ അച്ഛൻ ഈ കള്ളത്തരങ്ങളൊക്കെ കാണിക്കണത് അവളുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് എന്നൊക്കെ പറയണം. ഇത് കേൾക്കുമ്പോഴേക്കും ഗോമതി തലയിലേക്ക് കൈ ഇങ്ങനെ വെച്ച് കരയുവാട്ടോ. മിത്രക്കും മീനാക്ഷിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരും ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. കാരണം ദേവിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വലിയ തെറ്റ് സംഭവിക്കുമെന്ന് അവരും അറിഞ്ഞില്ലല്ലോ.
അപ്പൊ ആകാശ് പറഞ്ഞു ശേ അവർ ഇത്ര വൃത്തികെട്ട സ്ത്രീ ആയിരുന്നോ എന്നൊക്കെ ആകാശ് പറയാട്ടോ. അങ്ങനെ വിഷമങ്ങൾക്കൊടുവിൽ ബാലൻ ആ ഒരു തീരുമാനം എടുക്കുകയാണ്. തന്റെ മോന്റെ ജീവിതം ഇല്ലാതാക്കിയത് താനാണ്, ഇനി തനിക്ക് അതിന് പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ, ദേവിനെ ഇവിടുന്ന് പടിയിറക്കി വിട്ടേ പറ്റൂ എന്ന് ബാലൻ പറയുമ്പോൾ മീനാക്ഷിയും ഇത്രയും പറയണ്ട. അച്ഛാ, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു, പക്ഷെ ദേവി എടുത്തി എന്ന് പറഞ്ഞ ആള് നമ്മളോട് കാണിച്ച സ്നേഹവും പരിഗണനയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അച്ഛാ. ചിലപ്പോ അന്ന് ദേവി എടുത്തേക്ക് തെറ്റ് സംഭവിച്ചതിന് കാരണക്കാര് ദേവി എടുത്തിലെ വീട്ടുകാർ തന്നെയാണ്. എല്ലാം അച്ഛനെ പറയാൻ പറ്റുമോ? ദേവി എടുത്തിലെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമായിരിക്കും ദേവി എടുത്തി അങ്ങനെയൊക്കെ പെരുമാറിയതും സംസാരിച്ചതും. അച്ഛൻ ക്ഷമിക്ക്, ആനന്ദേട്ട ക്ഷമിക്ക്. നോക്ക്, ദേവി എടുത്തിലെ സ്വഭാവം മാത്രം നോക്കിയാൽ മതി. ആനന്ദേട്ടന് ആത്മാർത്ഥമായിട്ട് ദേവിയെടുത്ത് സ്നേഹിച്ചത്. മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ആനന്ദേട്ടൻ അന്വേഷിക്കേണ്ട കാര്യമില്ല, കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എന്ന് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ആനന്ദേട്ടൻ ഒരു വീഡിയോ കാണിച്ചില്ലേ, ഉദയഭാനു പണം മോഷ്ടിക്കുന്ന വീഡിയോ, അത് ദേവിയെടുത്തിന്റെ സമ്മതത്തോടെയാണ് അങ്ങനെ നടന്നതെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആനന്ദേട്ടന്റെ ഈ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ അച്ഛന്റെ ഈ ഒരു തീരുമാനത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് മീനാക്ഷി പറയാണ്. അങ്ങനെ ദേവിയുടെ അടുത്തേക്ക് മീനാക്ഷി പോയി സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബാലന് ഒറ്റ തീരുമാനമാണ്, ഉദയഭാനും ശ്രീകരനും ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം. പക്ഷെ അവിടുത്തെ സത്യങ്ങളൊന്നും പറയരുത്, വിളിച്ചു വരുത്തി മാന്യമായിട്ട് വിളിച്ചു വരുത്തി അവരെ അപമാനിക്കണം, അവരോട് നിന്ന് നിൽപ്പി ചോദിക്കണം എന്തിനാണ് ഈ കുടുംബത്തോട് ഇങ്ങനത്തെ ഒരു ചതി ചെയ്തെന്ന് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കണം എന്ന് തീരുമാനിക്കുകയാണ് നമ്മുടെ ബാലൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ബാലൻ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഉദയഭാനും ശ്രീകരനെ വിളിക്കുകയാണ്. എനിക്കൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട്, ആ ലോട്ടറിയുടെ കുറച്ച് പങ്ക് ഞാൻ ഉദയഭാനു സാറിന് തരട്ടെ, വിരോധം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ചെറിയൊരു നമ്പർ ഇടാണ് നമ്മുടെ ബാലൻ. ഇത് കേട്ട ബാധി കേൾക്കാത്ത ബാധി ഉദയഭാനും അതുപോലെ ശ്രീകലയും കൂടി ഓടി വരണം. അയ്യോ, നമുക്ക് പണം കിട്ടാൻ പോണേ, സ്വർണം കിട്ടാൻ പോണേ എന്നൊക്കെ പറഞ്ഞ് ഓടി വരട്ടെ. പക്ഷെ ദേവമംഗലത്ത് എത്തിയ ഉദയഭാനും ശ്രീകലൻ ഞെട്ടിച്ചു കൊണ്ടിട്ടാണ് ബാലന്റെ ആ ഒരു ചോദ്യം, നിങ്ങളുടെ മകൾ എത്ര വരെ പഠിച്ചു എന്നുള്ള ചോദ്യം. അവള് എം എ എക്കണോമിക്സോ കെമിസ്ട്രിയോ എന്തായാലും നമ്മൾ പറഞ്ഞ കള്ളം. ഓ മനുഷ്യ, കള്ളം പറഞ്ഞോണ്ട് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, കാരണം കള്ളം അങ്ങനെയാണ്, ഓർത്തു വെക്കാൻ പറ്റില്ല. എങ്കിൽ ഞാൻ പറയാം, ലിറ്ററേച്ചർ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. അതെ, ലിറ്ററേച്ചർ തന്നെയാ ബാല, ലിറ്ററേച്ചർ തന്നെയാ. എങ്കിലേ അവള് 10ാം ക്ലാസ് തോറ്റ പെൺകുട്ടിയല്ലേ, എല്ലാം ഞങ്ങൾ അറിഞ്ഞു. ഇനി പറ്റിക്കാനും നിൽക്കണ്ട. നിങ്ങളുടെ മകൾക്ക് എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞത്? എന്റെ മകനെക്കാളും 2 വയസ്സ് മൂത്തതാ അവള്. അതൊക്കെ പോട്ടെ, എല്ലാം ഞങ്ങൾ ക്ഷമിക്കാം. നിങ്ങൾക്ക് എത്ര ബന്ധുക്കളുണ്ട്? അല്ല, ഇന്ന് ജപ്പാനില് മീറ്റിംഗ് ഒന്നും ഇല്ലേ, കൊറിയയില് മീറ്റിംഗ് ഇല്ലേ, അല്ല അമേരിക്കയിൽ വരെ സ്ഥലമുള്ള ആളല്ലേ ഉദയഭാനു സാറ്? അതുകൊണ്ട് ചോദിച്ചതാ. ഉദയഭാനു സാർ കാരണം ഇവിടെ പാവപ്പെട്ട ഒരു മനുഷ്യൻ കള്ളനായിട്ട് മുദ്ര കുത്തി ഇവിടെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. അറിയാവോ, കടയിൽ നിന്ന് പണം മോഷ്ടിച്ചത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോ ബാല വെറുതെ ഇല്ലാത്തത് പറയല്ലേ കേട്ടോ എന്ന് ഉദയഭാനു പറയുമ്പോഴേക്കും ആനന്ദ് പറയണ്ടോ, ഇല്ലാത്തതല്ലേ, എന്നാലും നിങ്ങൾ അറിഞ്ഞോ, കടയിലെ ക്യാമറയുണ്ട്, ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുണ്ട് നിങ്ങൾ പൈസ മോഷ്ടിക്കുന്നത്. നിങ്ങൾ കടയിൽ വരുന്നത് തന്നെ പൈസ മോഷ്ടിക്കാനാണെന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ എന്താണ് പിന്നെ ഉദയഭാനുക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം സത്യങ്ങളൊക്കെ പിടിച്ചല്ലോ. പിന്നെ ഉദയഭാനു ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഉദയഭാനുവിനെ ശ്രീകളുടെയും കൂടെ നമ്മുടെ ദേവിനെ പറഞ്ഞയക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.